കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധു ഭർത്താവിൽ നിന്നും ക്രൂരപീഡനം നേരിട്ട സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. കേസെടുക്കുന്നതിൽ പോലീസ് അലംഭാവം കാട്ടിയെന്നും വധശ്രമം നടത്തിയിട്ടും കേസെടുത്തത് മർദ്ദനത്തിന് മാത്രമാണെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും മൊഴിയെടുക്കുമെന്ന് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. മെയ് 5 തീയതിയായിരുന്നു പന്തീരങ്കാവ് തെക്കേ വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലിന്റെയും എറണാകുളം സ്വദേശിനിയുടെയും വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഭർത്താവിൽ നിന്നും നവവധു നേരിട്ടത് ക്രൂരമായ പീഡനമായിരുന്നു. യുവതിയുടെ കഴുത്തിൽ കേബിളിട്ട് മുറുക്കുകയും ബെൽറ്റ് കൊണ്ടടിക്കുകയും തലയിലും മുതുകിലും ഇടിക്കുകയും ചുണ്ടുവലിച്ചു മുറിക്കുകയും ചെയ്തുവെന്ന് പിതാവ് ആരോപിച്ചു. സംഭവത്തിൽ രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിനാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മെയ് 5 തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു മകളുടെ വിവാഹം. അടുക്കള കാണൽ ചടങ്ങിന് വേണ്ടി ഞായറാഴ്ച കുടുംബസമേതം മകളെ കല്യാണം കഴിപ്പിച്ചുവിട്ട വീട്ടിൽ ചെന്നു. അവിടെ കണ്ടത് ക്ഷീണിച്ച് അവശയായ മകളെയാണ്. അവളുടെ നെറ്റി മുഴച്ചിരിപ്പുണ്ടായിരുന്നു. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കുളിമുറിയിൽ വീണതാണെന്ന് പറഞ്ഞു. കൂടുതൽ ചോദിച്ചപ്പോൾ ക്രൂരമായി മർദ്ദനമേറ്റ വിവരം മകൾ പറഞ്ഞു. രാഹുൽ കൈമുഷ്ടി ചുരുട്ടി ഇടിച്ച മുഴയായിരുന്നു മകളുടെ നെറ്റിയിൽ കണ്ടത്. തലയുടെ പല ഭാഗത്തും അത്തരത്തിൽ മുഴയുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് മകളുടെ കഴുത്തിൽ മുറുക്കി കുനിച്ചു നിർത്തി ഇടിച്ചു. മകൾ ഓടാൻ ശ്രമിച്ചപ്പോൾ അവൻ ഓടിച്ചിട്ട് പിടിച്ച് ബെൽറ്റ് കൊണ്ട് അടിച്ചു. ബോധം പോയ അവളെ അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നും പിതാവ് പറഞ്ഞു. തങ്ങൾ ചെന്നതിന്റെ തലേന്ന് രാത്രി 2 മണിയോടെയാണ് മകൾ ക്രൂരമായ മർദ്ദനത്തിനിരയായതെന്ന് പിതാവ് പറഞ്ഞു. മർദ്ദനമേറ്റ യുവതി പരിക്കുകളുമായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇനിയും മോചിതയാകാത്തതിനാൽ യുവതിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകുന്നുണ്ട്. ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ് രാഹുൽ. എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിനിയായ യുവതിയും ഒരു ബഹിരാഷ്ട്ര കമ്പനിയിൽ ഉദ്യോഗസ്ഥയാണ്. എന്നിട്ട് പോലും ഇക്കാര്യം എന്താണ് വീട്ടിൽ തുറന്നു പറയാതിരുന്ന ചോദ്യത്തിന് യാതൊരു മറുപടിയും യുവതിക്ക് പറയാനില്ല. ആദ്യം തന്നെ കുളിമുറിയിൽ വീണെന്ന് മാത്രമാണ് പറഞ്ഞത്. പിന്നീട് കൂടുതൽ ചോദിച്ചപ്പോഴാണ് തന്നെ മർദ്ദിച്ചതാണെന്നുള്ള സത്യം യുവതി വെളിപ്പെടുത്തിയത്. പോലീസ് വധശ്രമത്തിന് കേസ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഗാർഹിക പീഡനത്തിന് മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകുമെന്നാണ് കുടുംബം അറിയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.